പ്രിയമുള്ളവരെ, നമ്മൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏലിയ മോശ കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ കാലത്തിൽ എങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഏലിയും മോശയും ഈശോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. അതാണ് ശിഷ്യന്മാരടങ്ങുന്ന ഗ്രൂപ്പിന്. അപ്പോൾ ഏലിയ മോശ ഈശോയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് കൊണ്ട് സ്ലീവ ഈസ് ഈക്വൽ ടു ഈശോ കുരിശ്. അപ്പോൾ ഏലിയ സ്ലീവ മോശ നാണിപ്പറ. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ ഉയർപ്പിനെ പറ്റിയും എന്തൊക്കെയാണ് ഈശോയുടെ ഈശോയുമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുന്ന മാറ്റങ്ങളെ പറ്റിയൊക്കെയായിരിക്കും കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ രൂപാന്തരപ്പെടുകയാണ്. പത്രോസും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഉയർന്ന മലയിലേക്ക് പോയി. അവിടെ ഈശോ രൂപാന്തരപ്പെടുക. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണ്? ഈശോ തന്റെ തനി സ്വരൂപം അവരെ കാണിക്കുകയാണ്. താൻ ആരാണ് യഥാർത്ഥത്തിൽ? ഈശോ തന്റെ സ്വരൂപം കാണിക്കുന്ന ഒത്തിരി സന്ദർഭങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കൊടുക്കാരന്റെ ശാന്തമാകുന്ന സന്ദർഭമാണ്. ലാസ്റ്റിനോട് ഉറപ്പിക്കുന്ന വേറെ സന്ദർഭമാണ്. ഇങ്ങനെ ഒട്ടേറെ സന്ദർഭങ്ങളിൽ ഈശോ തന്റെ വിശ്വരൂപം കാണിക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, നാളെ തന്നെ പ്രഘോഷിക്കേണ്ടവരാണ് ഈ ശിഷ്യന്മാര്. അപ്പോൾ ആരെങ്കിലും ചോദിക്കാം, താങ്കൾ ഈശോയെ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ താങ്കൾ ഈ പറയുന്ന ഈശോ ദൈവമാണോ? അപ്പോൾ ഇവർ പതറരുത്. അതാണ്. അപ്പോൾ ഇവർക്ക് പറയാനായിട്ട് സാധിക്കണം അവരുടെ ഓർമ്മയിൽ നിന്ന്. മൈക്കെന്താണ് ഞാൻ കാണിക്കുന്നത്? ഇവരുടെ ഓർമ്മയിൽ നിന്ന് ഇവർക്ക് പറയാനായിട്ട് സാധിക്കുന്നത് എന്താണ്? ഞങ്ങൾ ഈശോയെ കണ്ടു. അത് ദൈവം തന്നെയാണ്. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഇത് പത്രോസ് ഇപ്രകാരം പറയുന്നുണ്ട്. പിന്നീട് അവൻ ഈശോ തന്നെയാണ്, ജനത്തെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവൻ ആരാണ്? ദൈവമാണ്. ആ ഭാഗമാണ് നമ്മളത് കേൾക്കുന്നത്. 2 പത്രോസ് 1:16 വായിക്കണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയെയും പ്രത്യാഗമനത്തെയും കുറിച്ച് ഞങ്ങൾ നിങ്ങളെ അറിയിച്ചത് കൗശലപൂർവ്വം എൻ്റെ അടുത്ത കൽപ്പിത കഥകളെ വിശ്വസിച്ചുകൊണ്ടല്ല, ഞങ്ങൾ അവൻ്റെ ശക്തിപ്രഭാവത്തിൻ്റെയും ദൃഷ്ടാക്കളായതുകൊണ്ടാണ്. പിതാവായ ദൈവത്തിൽ നിന്ന് ബഹുമാനവും മഹത്വവും അവൻ സ്വീകരിച്ചു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം മഹിമപ്രഭാവത്തിൽ നിന്ന് അവൻ്റെ അടുത്ത് വരികയും ചെയ്തു. സ്വർഗ്ഗത്തിലുണ്ടായ ആ സ്വരം ഞങ്ങൾ കേട്ടു. എന്തെന്നാൽ ഞങ്ങളും അവൻ്റെ കൂടെ വിശുദ്ധ മലയിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ കേട്ടതാ. പിതാവ് പുത്രൻ പരിശുദ്ധ ത്രിത്വിക ദൈവം അവിടെ വന്നു. ഞങ്ങളും അന്ന് അവൻ്റെ കൂടെ എവിടെ ഉണ്ടായിരുന്നു? ആ മലയിൽ. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മൾ ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈശോ തന്റെ വിശ്വരൂപം കാണിക്കുന്നത്. എല്ലാവർക്കും വിശ്വരൂപങ്ങളുണ്ട്. എന്ന് വെച്ചാൽ എന്താണ്? യഥാർത്ഥ രൂപങ്ങൾ. നമുക്കെല്ലാവർക്കും വിശ്വരൂപങ്ങളുണ്ട്. അത് നമ്മൾ കാണിക്കുമ്പോൾ അത് നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ വിശ്വരൂപം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പക്ഷെ പറയാൻ പറ്റില്ല. പക്ഷെ നമ്മളുമായിട്ട് അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നമ്മുടെ വിശ്വരൂപങ്ങൾ എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാവും. ഇപ്പം ഉദാഹരണത്തിന് ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ്. ചില അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയുന്നതാണ്. ഭർത്താവ് ഭാര്യയെ പറ്റി പറയുകയാണ്, എൻ്റെ അച്ഛോ അവളൊരു ആണിനെ പോലെ തൻ്റെടിയാണ്. അവള് എടുത്ത അല്ലെങ്കിൽ അവളുടെ പിടിവാശി നടക്കണം. അതാണ് അവളുടെ ഒരു ശൈലി. ഞങ്ങൾ പ്രേമിച്ച് നടന്നപ്പോൾ ഈ മുതലിനെ എനിക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയായിരുന്നെങ്കിൽ ഞാൻ കിട്ടില്ലായിരുന്നല്ലോ എന്നാണ് അവൻ പറയുന്നത്. കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴാണ്
തൻ്റെ ഭാര്യയുടെ വിശ്വരൂപം അവൻ കണ്ടത്. ഭാര്യ ഭർത്താവിനെ പറ്റി പറയുകയാണ്, ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഫോൺ വിളിക്കായിരുന്നു കല്യാണത്തിന് മുമ്പ്, എനിക്ക് അങ്ങനെ ഇഷ്ടമായിരുന്നു. അപ്പൊ എന്നോട് പുള്ളി പറയായിരുന്നു എടി ഞാൻ ഇടയ്ക്കൊക്കെ കുറച്ച് കഴിയുട്ടോ. അപ്പൊ ഞാൻ ചേട്ടാ ഇടയ്ക്കൊക്കെ അല്ല, കുഴപ്പമില്ല, എന്നെപ്പോഴും കഴിക്കാതെ പുരുഷന്മാരുണ്ടോ. എന്റെ അച്ഛൻ കല്യാണം കഴിഞ്ഞിട്ട് 3-4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ബെഡ്ഷീറ്റ് മാറ്റാനെടുത്ത് കണ്ടപ്പോ എന്റെ ചങ്ക് തകർന്നു വെച്ചാൽ അതാ തലയുടെ അടിയിൽ ഒരു 5-6 പാൻ മസാല അടിച്ചോണ്ടിരിക്കുന്നതായിട്ട് തലമാര് തുറന്നപ്പോ ഒരു 10-12 മദ്യക്കുപ്പികൾ. അതോടുകൂടി വാരി കണ്ടാൽ ഇതാണല്ലോ കക്ഷി, യഥാർത്ഥ രൂപം. അതിപ്പോ വന്നിരിക്കുന്നത് വളരെ തകർന്നാണ്. കാരണം അപ്പൊ ഇയാൾ പറയുന്നത് എന്റെ ദൈവം, ഞാൻ അന്ന് തറന്നായിരുന്നെങ്കിൽ ഞാൻ ഈ കല്യാണം കഴിക്കില്ലേ. വിശ്വരൂപങ്ങൾ കാണുമ്പോൾ പലരും ഞെട്ടുകയാണ്. മലയാള സിനിമയിലെ പല പ്രമുഖരുടെ വിശ്വരൂപങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു അല്ലേ അല്ലേ അങ്ങനെയല്ലേ? ആഭാസതലത്തിൽ ഡോക്ടറേറ്റ് എടുത്ത ആൾക്കാരാണ് പലരും നമ്മളുടെ ആരാധനമൂർത്തികൾ. എന്ത് പെട്ടെന്നാണ് അല്ലേ നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലെ പല വിഗ്രഹങ്ങളൊക്കെ ഉടഞ്ഞ് തരിപ്പണമാകുന്നത്. എന്ത് പെട്ടെന്നാണ് ഉന്നതങ്ങളിൽ ആദരവിന്റെ ബഹുമാനത്തിന്റെയൊക്കെ ഉന്നത തലങ്ങളിൽ നമ്മൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പലരും മുഖം കുത്തി താഴെ വീഴുന്നു. പ്രിയമുള്ളവർ, അതുകൊണ്ട് മൂടുപടം അണിഞ്ഞ് ജീവിക്കുന്നവരാകരുത് നമ്മൾ. ഇതാണ് ദൈവം നമ്മളോട് പറയുന്നത്. കപടത കാണിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറണത്. ഇതാണ് ദൈവം നമ്മളോട് പറയുന്നത്. നമ്മുടെ വിശ്വരൂപം മനുഷ്യർ കാണുമ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവും. അവർ ദൈവത്തെ കൂടുതൽ കൂടുതൽ സ്തുതിക്കാനായിട്ട് ഇടയാകണം. ഒരു ഭാര്യയുടെ വിശ്വരൂപം ഭർത്താവ് കാണുമ്പോൾ ഭർത്താവ് തോന്നുന്ന ദൈവമേ ഇവിടെ കെട്ടിയത് എൻ്റെ ദൈവമേ എൻ്റെ ഭാഗ്യം, നിനക്ക് ഞാൻ നന്ദി പറയുന്നു. ഒരു ഭർത്താവിന്റെ വിശ്വരൂപം ഭാര്യ കാണുമ്പോൾ ഇത് തന്നെ പറയണം. അല്ല, അങ്ങനെയാണ്. പ്രിയമുള്ളവരെ, വിശ്വരൂപം നമ്മളുടെ രൂപങ്ങൾ ഈശോയുടെ രൂപങ്ങളായിട്ട് മാറട്ടെ. ഇതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. നിങ്ങളിൽ ക്രിസ്തു രൂപപ്പെടുന്നത് വരെ ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു എന്ന് പൗലോസ് പറയുന്നത് വെറുതെയാണ്. ഈശോയുടെ വചനങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക, കൂടെ കൂടെ ശ്രദ്ധിക്കുക. അത് മതി, നമ്മളതായി തീരും. എന്താണ് നമ്മൾ കേൾക്കുന്നത്, എന്താണ് നമ്മൾ കാണുന്നത്, അത് നമ്മളായിത്തീരും. എന്താണ് നമ്മൾ ഭക്ഷിക്കുന്നത്, അങ്ങനെയാണ് നമ്മൾ അല്ലേ. ആ ഭക്ഷണം നമ്മൾ ടേസ്റ്റോടുകൂടി കഴിക്കുകയാണ്, വേറെ നമ്മൾ ചിന്തിക്കുന്നില്ല. ക്രമേണ നമ്മൾ ആ ഭക്ഷണത്തിന്റെ പോഷകാംശങ്ങൾ ഉള്ളവരായിട്ട് മാറുന്നത് പോലെ അന്യ തലത്തിൽ, ബുദ്ധിപരമായ തലത്തിൽ എന്താണ് നമ്മൾ വായിക്കുന്നത്, എന്താണ് നമ്മൾ ധ്യാനിക്കുന്നത്, എന്താണ് നമ്മൾ കൂടെ കൂടെ കേൾക്കുന്നത്, എന്തിനാണോ നമ്മൾ കൂടെ കൂടെ മനഃപൂർവ്വം മനസ്സിരുത്തുന്നത്, അതാണ് വളരെ പ്രധാനപ്പെട്ടത്. ബോധപൂർവം ചെയ്തൊരു പ്രവൃത്തിയാണത്. അത് നമ്മളായിത്തീരും. മനുഷ്യന്റെ മനസ്സിന് സൈക്കേ എന്നാണ് പറയുന്നത്, സൈക്കോളജി. അതായിത്തീരാനായിട്ട് സാധിക്കും. മനുഷ്യന് വലിയൊരു കഴിവാണ് ദൈവം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നിങ്ങൾ വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തെ പിന്തിരിക്കി നിങ്ങൾ സത്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകാം. അത് ഞാനാണ് സത്യം, അല്ലാതെ വേറൊരു സത്യമില്ല. വിഗ്രഹങ്ങളെ ഉടഞ്ഞ് തരിപ്പണമാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ചങ്ക് തകരുകയാണ് പലരുടെയും. പക്ഷേ ക്രിസ്തുവിൽ ഹൃദയം ഉറപ്പിച്ചവന്റെ ചങ്ക് തകരില്ല. അവനറിയാം ഇതെല്ലാം വിഗ്രഹങ്ങളാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ യഥാർത്ഥ ഹീറോസ് ആകാനായിട്ട് ശ്രമിക്കണം. യഥാർത്ഥ ഹീറോ എന്ന് പറയുന്നവരാണ് നമ്മളൊക്കെ തന്നെയാണ് യഥാർത്ഥ ഹീറോസ്.
നമ്മളൊരു പക്ഷെ എല്ലാവരും മനസ്സിലാക്കണമെന്നില്ല, ബഹുമാനിക്കണമെന്നില്ല. പക്ഷെ ദൈവം നമ്മളെ മനസ്സിലാക്കുന്നു, നമ്മളെ ബഹുമാനിക്കുന്നു. ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. മനുഷ്യന്റെ കയ്യടിയല്ല പ്രധാനപ്പെട്ടത്, ദൈവം കൈയടിക്കുന്നുണ്ടോ, സ്വർഗം കൈയടിക്കുന്നുണ്ടോ? ഇതാണ് നമ്മൾ അത്യന്തികമായിട്ട് ലക്ഷ്യം വെക്കേണ്ടത്. അതുകൊണ്ട് ദൈവത്തോടൊപ്പം ജീവിക്കുക, യഥാർത്ഥ ഹീറോയിസം അതാണ്. അതുകൊണ്ട് ദൈവവചനം പറയുന്നു, നിഷ്കളങ്ക ഹൃദയം എന്നും എൻ്റെ സ്നേഹിതരാണ്. കേട്ടോ, ഹൃദയ നിഷ്കളങ്കത ദൈവം ഏറ്റവും അധികം വിലമതിക്കുന്നൊരു മൂല്യമാണ്. അത് സ്വന്തമാക്കണം. പ്രായമാകുന്നതോറും അത് നഷ്ടപ്പെടുകയാണ്. നോ, അത് ബോധപൂർവ്വം നമ്മൾ ചേർത്ത് പിടിക്കണം. അപ്പോൾ ദൈവം കൂടെ വസിക്കുന്ന യഥാർത്ഥ ഹീറോ ആയിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും. മറ്റൊരു വചനം പറയുന്നു, വഞ്ചകർ ഒരിക്കലും എൻ്റെ കേന്ദ്രത്തിൽ വസിക്കില്ല. അപകടം കാണിക്കുന്നവര് ഒരിക്കലും എൻ്റെ കേന്ദ്രത്തിൽ വസിക്കില്ല. അവർക്ക് ഒരിക്കലും സമാധാനവും സന്തോഷവും അനുഭവിക്കാനായിട്ട് കഴിയില്ല. ദൈവത്തിന്റെ ഗേഹത്തിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം, വിശുദ്ധ സങ്കീർത്തനത്തിലൊക്കെ നമ്മൾ പറയുന്നു, വിശുദ്ധ ഗിരിയിൽ വസിക്കുക, അവിടുത്തെ മലയിൽ വസിക്കുക. കർത്താവേ, അങ്ങയുടെ മലയിൽ ആര് വസിക്കും, അങ്ങയുടെ ഗിരിയിൽ ആര് വസിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഇത്രയേ ഉള്ളൂ, സമാധാനം സന്തോഷമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാനായിട്ട് സാധിക്കും. ഒട്ടേറെ പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും അവിടെയൊക്കെ ദൈവത്തിന്റെ തലോടല്, ദൈവത്തിന്റെ ആ സാന്നിധ്യം അനുഭവിച്ച് അനുദിനം മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ ഈ ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ഇന്നത്തെ സുവിശേഷം നമ്മൾ പറയുന്നത് അതാണ്. ഈശോ കാണിച്ചു തരിക തൻ്റെ യഥാർത്ഥ സ്വരൂപം. അത് കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് തോന്നി, എന്താണ്, ഇവനാണ് യഥാർത്ഥ ദൈവം, ഇവനാണ് യഥാർത്ഥ. അത് അവരെ കൂടുതൽ ഉണർവുള്ളവരും ഉന്മേഷമുള്ളവരും സന്തോഷമുള്ളവരും സമാധാനമുള്ളവരും തീഷ്ണതയുള്ളവരുമാക്കി മാറ്റി. ഇതുപോലെ നമ്മുടെ വിശ്വരൂപങ്ങൾ മനുഷ്യർക്ക് ആനന്ദകരമാകട്ടെ, അവ ദൈവത്തെ സ്തുതിക്കാനായിട്ട് ഇടയാകട്ടെ. പിതാവിനും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ